പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബജാജ് 150യുടെ ബജാജിൻ്റെ ഏത് വണ്ടിയും നമ്മൾക്ക് ഈ രീതിയിൽ മൈലേജ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാർബറേറ്റർ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വണ്ടിക്കുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും, കുഴികളിൽ ചാടുമ്പോൾ ഓഫായി പോകും, അതേപോലെ തന്നെ കൃത്യമായിട്ട് മൈലേജ് കിട്ടുന്നില്ല, മിസ്സിങ് ഉണ്ട്, അതേപോലെ തന്നെ ആക്സലറേഷൻ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രോബ്ലം. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴിത് നമ്മൾക്ക് എങ്ങനെ ട്യൂൺ ചെയ്ത് എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ 2 സ്ക്രൂകളുണ്ട്. ഒന്ന് പെട്രോൾ എയർ മിക്സിങ്ങും, അതേപോലെ തന്നെ ഇന്നൊന്ന് ഐഡിയൽ RPM. ഈ മുകളിൽ കാണുന്നതാണ് ഐഡിയൽ RPM സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂ, അതായത് അതിൻ്റെ റേഷ്യോ സെറ്റ് ചെയ്യാനുള്ള ഐഡിയൽ RPM സെറ്റ് ചെയ്യാനുള്ളത്. താഴെ കാണുന്നതാണ് എയർ പെട്രോൾ മിക്സിങ് റേഷ്യോ സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂ. അപ്പോൾ ഞാനിന്ന് വണ്ടി ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ വണ്ടിക്ക് ഇലക്ട്രോണിക് ചോക്ക് വർക്കിംഗ് ഇല്ലായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് റേസിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ RPM കുറച്ച് നമ്മൾക്ക് കൂട്ടി വെക്കാം. ഈ RPMൻ്റെ മുകളിലത്തെയാണ് ഈ സ്ക്രൂ. ശ്രദ്ധിച്ച് സൗണ്ട് കേൾക്കുക. RPM കൂടിയിട്ടുണ്ട്. ഇനി താഴത്തെ സ്ക്രൂവിലേക്ക് വരിക. ഇത് ഫുൾ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും റിച്ചായിട്ട് വരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്യുക. RPM കുറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം RPM കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അകത്തോട്ട് ഇത് ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പുറത്തോട്ട് ലൂസ് ചെയ്യുക. പുറത്തോട്ട് ലൂസ് ചെയ്തിട്ട് RPM ഇപ്പം ലൈറ്റായിട്ട് കൂടി വരുന്നുണ്ട്. ഏത് പോയിന്റിലാണോ മാക്സിമം RPM കിട്ടുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ RPM കിട്ടുന്നത്. ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ RPMും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മൈലേജ് കിട്ടണമെങ്കിൽ, ഏറ്റവും കൂടുതൽ മൈലേജും പവറും കിട്ടണമെങ്കിൽ ഇനി ഒരു അരപ്പിരി അകത്തോട്ട് തിരിയിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, എല്ലാം ഓൺ ചെയ്യുക. അതിനുശേഷം ഐഡിയൽ RPMൻ്റെ മുകളിലത്തെ സ്ക്രൂവിൽ പോവുക. യെസ്, ഇപ്പോൾ വണ്ടി ഓഫായില്ല എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി കുറച്ച് വെക്കുക. ഇതാണ് പെർഫെക്റ്റായിട്ട് ഒരു വണ്ടി ട്യൂൺ ചെയ്യുന്നത്. ഇത് ബജാജ് 150 ആണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, മൈലേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെക്ക് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോർമലായിട്ട് പോകുന്ന റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്രോൾ ഓഫ് ചെയ്യുക. അതിനുശേഷം മീറ്ററിൽ നോക്കുക. മീറ്ററിൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള പോയിൻ്റ് അതിനകത്ത് നോക്കുക. അതിനുശേഷം അങ്ങനെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ പൈപ്പിലുള്ള പെട്രോളിൽ നമ്മുടെ വണ്ടി എത്ര ദൂരം ഓടും എന്നുള്ളത്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലിരുത്തി വെച്ചേക്കുക. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.2 കിലോമീറ്റർ ഇങ്ങനെ എത്ര ഓടി എന്നുള്ളത്. അതായത് വണ്ടി നല്ല സ്ട്രെയിറ്റ് റോഡിൽ റണ്ണിങ് ഉള്ളപ്പം പെട്രോൾ ഓഫ് ചെയ്യുക. അതിനുശേഷം വണ്ടി ഇടിച്ച് നിൽക്കാറാകുമ്പം എത്ര ദൂരം ഓടി എന്ന് നോക്കുക. അതിന് നമുക്കൊരു ധാരണയുണ്ടാവും നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഇതാണ് എന്നുള്ളത്. അതേപോലെ അതായത് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം, അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി പണിക്കൊക്കെ വെച്ചതിന് ശേഷം ഈ രീതിയിലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.